ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചിരുന്നു. അതേ വേദഭാഗം പാർട്ട് 2 ആയിട്ട് 2-ാം ഭാഗമായി ഇന്ന് ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് ന്യൂ ലൈഫ് ഏജിയോടുള്ള കർത്താവിൻ്റെ ദൂതാണ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ഏവരോടുമുള്ള ദൂതാണ്. ഇവിടുത്തെ പാസ്റ്ററോട് ഉൾപ്പെടെയുള്ള ദൂതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ 2 ഞായറാഴ്ചകളാണ് സമയം അതിൽ ചിലവഴിക്കുന്നത്. ഞാൻ വ്യക്തിപരമായി അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. 1 മുതലുള്ള വാക്യങ്ങൾ മക്കൾക്ക് വായിക്കാം. 1-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കൊലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഈ വചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞത് എല്ലാം റിപ്പീറ്റ് ചെയ്യാതെ അപ്പോൾ തന്നെ ആ ഓരോ വാക്കുകളിലൂടെ കടന്നു പോയിട്ട് പ്രധാന സന്ദേശത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് നിൽപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഈ 7 സഭകൾ ഏഷ്യ മൈനറിലെ 7 അക്ഷരിക സഭകളാണ്. ലിറ്ററൽ ചർച്ചസ്, ലോക്കൽ ചർച്ചസ്. ഏഷ്യ മൈനർ ഇന്നത്തെ ടർക്കിയാണ്. അപ്പം ഈ സഭകളോടുള്ള ദൂതാണ്. 7 ദൂതുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ 7 ദൂതിനും ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് ഒന്നാമത്, ഓരോ കത്തും പ്രാദേശിക പാസ്റ്റർക്കാണത് അഡ്രസ് ചെയ്തിരിക്കുന്നത്. 2, കർത്താവിനെ കുറിച്ചൊരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. ആ വിശദീകരണങ്ങൾ ഓരോ സഭയ്ക്കും കൊടുക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ വെളിപ്പാട് കണ്ട യോഹന്നാന് കർത്താവ് വെളിപ്പെട്ടപ്പോൾ അവിടെ ഒരു വിവരണം കർത്താവിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ വിവരണവുമാണ് ഓരോ സഭയ്ക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ദൂത് നമുക്ക് കാണാൻ കഴിയുന്നത്. 3, ഓരോ കത്തിനകത്തും കർത്താവിന് അതാത് സഭയെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ഐ നോ. 4, ഓരോ സഭയ്ക്കും കർത്താവ് ഒരു കമൻഡേഷൻ, അവരെ ചില കാര്യങ്ങളിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. 7-ാമത്തെ സഭയാകുന്ന ലവോദിക്ക സഭയ്ക്ക് മാത്രം അത് നമ്മൾ കാണുന്നില്ല.
5, ഓരോ സഭയ്ക്കും കണ്ടംനേഷൻ പറയുന്നുണ്ട്. നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുമ്പോൾ തന്നെ നല്ലതല്ലാത്ത കാര്യങ്ങളുടെ തിരുത്തൽ കർത്താവ് പറയുന്നുണ്ട്. അതിൽ 5 സഭകളിലാണ് ആ തിരുത്തൽ കാണുന്നത്. സ്മിർന സഭയും ഫിലദൽഫിയ സഭയ്ക്കും തിരുത്തലുകൾ നമ്മൾ കാണുന്നില്ല. 6, അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പ്രബോധനമുണ്ട്. 7, ഒരു പ്രത്യേക വാഗ്ദത്തം ഉണ്ട്. അത് പ്രത്യേകിച്ച് ജയിക്കുന്നവർക്കാണ് ആ വാഗ്ദത്തം കൊടുത്തിരിക്കുന്നത്. അത് ഓരോ കത്തിൻ്റെയും സമാപനത്തിൽ നമുക്ക് കാണാൻ കഴിയും. 1 വാക്യം, എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിച്ചതായോണ്ട് ഞാനത് വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. എഫെസോസ് പട്ടണം ഏഷ്യ മൈനറിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ്. അപ്പൊ എഫെസോസ് എന്നുള്ള കാര്യം കഴിഞ്ഞു. ആ പട്ടണത്തിലാണ് എഫെസോസിലെ സഭ ഉടലെടുത്തത്. പൗലോസിന്റെ 3ാം മിഷണറി യാത്രയിലാണ് ആ സഭ പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1-ാം വാക്യം, 10-ാം വാക്യം, അതുപോലെ 20-ന്റെ 31-ാം വാക്യം. ഒരുപാട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആളുകൾ ശുശ്രൂഷിച്ചിട്ടുള്ള സ്ഥലമാണ്. അക്വില, പ്രിസ്കില, അപ്പോലോസ്, പോൾ, പിൻകാലങ്ങളിൽ തിമോത്തി, ജോൺ, ഇവരെല്ലാം ശുശ്രൂഷിച്ച സ്ഥലമാണ് എഫെസോസ് സഭ. സഭയുടെ ദൂതൻ എഴുതുക, അതും നമ്മൾ ചിന്തിച്ചതാണ്. ഒരു വിശദീകരണം ഇനി നമുക്ക് വേണ്ട. ഇറ്റ് മീൻസ് മെസ്സഞ്ചർ ഓഫ് ദ ചർച്ച്, ടോക്കിംഗ് അബൌട്ട് ദി എൽഡർ, ദ പാസ്റ്റർ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു. അപ്പൊ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറയുമ്പോൾ ലോക്കൽ ഉപദേശി ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ട റോളിലാണ്. ഉപദേശി കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നയാളായിരിക്കണം. ശബ്ദം കേട്ടാൽ അതിനകത്ത് വെള്ളം ചേർക്കാതെ സദസ്സിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്താൽ നിയോഗിതരായിരിക്കുന്ന എല്ലാ എൽഡർ അല്ലെങ്കിൽ പാസ്റ്റർക്കും ഉള്ളതാണ്. അത് അല്പം ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പൊ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ 1-ാം അധ്യായത്തിലെ കർത്താവിൻ്റെ ഒരു ടൈറ്റിലിന്റെ ഒരു ഭാഗമാണിത്. ഇത് കർത്താവിൻ്റെ അധികാരത്തെ സൂചിപ്പിക്കുകയാണ്. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്ന് നമ്മൾ 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ശ്രദ്ധിച്ചതായിരുന്നു. അത് കർത്താവിൻ്റെ അധികാരമാണ്. സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ കർത്താവിൻ്റെ കയ്യിലാണ് എന്ന് അർത്ഥം. മാത്രമല്ല 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് അവിടെ തന്നെ നമ്മൾ വ്യാഖ്യാനം കണ്ടു. അപ്പൊ സഭയുടെ നടുവിലൂടെ നടക്കുന്ന കർത്താവ്, യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളതാണ് ആക്ച്വൽ ജെനുവിൻ ദൈവത്തിൻ്റെ സഭ. അപ്പൊ ഇതിനകത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സഭ ഒരു സംഘടനയുടെ വക അല്ല. സഭ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ല. സഭ ഹോളായി സോളായി കർത്താവിൻ്റെ വകയാണ്. He is the one who holds the stars. He is the one who walks in the midst of the church. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും, പാസ്റ്റേഴ്സിനെ മാത്രമായിട്ട് നിങ്ങൾ ചിന്തിക്കല്ല ഹോൾഡ്, ഇവിടെ ആ ആശയമാണെങ്കിലും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. മോള 29-ാം വാക്യം ഒന്ന് വായിക്കാമോ? ജോൺ 10:28-29.
അവയെ തന്നിരിക്കുന്ന ഉം. എന്റെ പിതാവ് ഉം. എല്ലാവരിലും വലിയവൻ. ഉം. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ഉം. ആർക്കും കഴിയുകയില്ല. ഓരോ വിശ്വാസി ഇത് ഓർത്തോണം. യു ആർ ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ്. പാസ്റ്റർമാർ അങ്ങനെയാണ്, രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസി അങ്ങനെയാണ്. നോ വൺ ക്യാൻ സ്നാച്ച് യു അവേ ഫ്രം ദാറ്റ് ഹാൻഡ്. എത്ര ധൈര്യമാണത് പകരുന്നത്, എത്ര ബലമാണ് പകരുന്നത്, അല്ലേ? സ്തോത്രം. അപ്പൊ ഈ വാക്കുകൾ കർത്താവിന്റെ അധികാരത്തെയും സർവാധിപത്യത്തെയും സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഹു ഇസ് ദിസ് ജീസസ്? സഭയോടുള്ള ബന്ധത്തിൽ ജീസസ് ഇസ് എവ്രിതിങ് അല്ല, എല്ലാറ്റിനോടുമുള്ള ബന്ധത്തിൽ ജീസസ് ഇസ് സോവറൻ. എന്നിട്ട് 2-ാം വാക്യം, 3-ാം വാക്യം, 6-ാം വാക്യത്തിലാണ് ഈ സഭയോടുള്ള അഭിനന്ദനങ്ങൾ പറയുന്നത്. 2, 3 വാക്യം, 6-ാം വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയും അറിയുന്നു. ഐ നോ യുവർ വർക്ക്സ്, യുവർ ഡീഡ്സ്. അപ്പൊ കർത്താവിൽ നിന്ന് ഒന്നും ഒളിക്കാൻ കഴിയത്തില്ല. നല്ല പ്രവൃത്തി അവിടുന്ന് അറിയുന്നു, തീയതുണ്ടെങ്കിൽ അതും അറിയുന്നു. കർത്താവിന് ഒന്നും ഒരു മിസ്റ്ററി അല്ല. നല്ല പ്രവൃത്തി നിങ്ങളിൽ ചിലർ ചെയ്യുന്നത് ലോക്കൽ പാസ്റ്റർ അറിഞ്ഞില്ല എന്ന് വരാം, ഏതെങ്കിലും തിന്മ ചെയ്യുന്നതും അറിഞ്ഞില്ല എന്ന് വരാം. പക്ഷെ യു കനോട്ട് ഹൈഡ് ഫ്രം ജീസസ് ക്രൈസ്റ്റ്. എന്നിട്ട് ഇവിടെ ആദ്യം അവരുടെ നല്ല കാര്യങ്ങളെ ശ്ലാഘിക്കുകയാണ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, പ്രയത്നം കർത്താവ് അറിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്ന പ്രയത്നം എന്നുള്ള വാക്ക് ഹാർഡ് ടോയിൽ, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാണ് ദൈവരാജ്യത്തിന് വേണ്ടി എഫെസോസിലുള്ള ദൈവമക്കൾ. അതാണ് അവിടുത്തെ അർത്ഥം. വളരെ അഗ്രസീവായി സുവിശേഷീകരണം നടത്തുന്നവരാണ്. വിശുദ്ധന്മാർ തമ്മിൽ പ്രബോധിപ്പിച്ച് അവരാത്മിക വർധനവ് വരുത്തുന്നതാണ്. മാത്രമല്ല ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നവരാ. ഇപ്പൊ തീവ്രമായി കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു സംഘമാണ് എഫെസോസിലെ വിശ്വാസികൾ. അത് കർത്താവ് അറിയുന്നു. 2-ാമത് അവരുടെ സഹിഷ്ണുത, പേഷ്യൻസ്. ആ വാക്കിൽ തന്നെ ഒബ്വിയസ് ആണ്, സർക്കംസ്റ്റൻസുകൾ വളരെ ട്രൈയിങ് ആയിട്ട് വരും. ശരിക്കും ശോധനകളിലൂടെ അവർ കടന്നു പോകുമ്പോഴും വിശ്വാസത്തിന് വേണ്ടി ഉറപ്പോടെ നിന്ന ഒരു സംഘമാണ് എഫെസോസിലെ വിശ്വാസികൾ. ഒരുപാട് ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസ് ഉണ്ടെങ്കിലും എഫെസോസിലെ വിശുദ്ധന്മാർ കർത്താവിന് വിശ്വസ്തരായി നിന്നു. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും കർത്താവിനറിയാം. നേരെ ചൊവ്വേ നടക്കാത്ത ആളുകൾ, അവരെ വിവേചിച്ചറിയുന്നവരാണ് എഫെസോസിലെ വിശുദ്ധന്മാർ. ഒരു നിലയിലും അവരെ ടോളറേറ്റ് ചെയ്യത്തില്ല. അതൊരു നല്ല ഗുണമായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വ്യക്തിപരമായ വിശുദ്ധിക്ക് വളരെയധികം സ്ഥാനം കൊടുത്തവരാണ് എഫെസോസിലെ ഈ സഭാവിശ്വാസികൾ. കർത്താവിനെ കുറിച്ച് പറയുന്ന ആളുകൾ അശുദ്ധമായ നടപടികൾ നടക്കുകയാണെങ്കിൽ ഇവർക്കൊരു കോംപ്രമൈസുമില്ല അവരോട്. അപ്പൊ തീവ്രമായി ക്വാളിറ്റി കാണിച്ച ആളുകളാണ്. ഇതിന്റെ അർത്ഥം എഫെസോസിലെ വിശുദ്ധന്മാർ ഉപദേശ കാര്യങ്ങളിൽ പ്യൂറായിരുന്നു. ഡോക്ട്രിനൽ പ്യൂരിറ്റി ഉണ്ട്, ഒരു നിലയിലും കോംപ്രമൈസ് ഇല്ല. അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടു. എന്തൊരു ക്വാളിറ്റിയാണ്! അവിടെ വന്ന് അതും ഇതും പറഞ്ഞാൽ ഒന്നും ചെലവാകത്തില്ല. അവർ ശരിക്കും ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്ത് കള്ളനാണെ കള്ളനാ, ഒരു കോംപ്രമൈസും ഇല്ല. അപ്പം ശക്തമായി ഉപദേശം പഠിക്കുന്ന സഭയും ഉപദേശപ്രകാരം എല്ലാ ഉപദേശിയെയും ശോധന ചെയ്ത് കള്ളനെ കള്ളനായി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സംഘമാണ് എഫെസോസിലെ വിശുദ്ധന്മാർ. ഒരു പക്ഷെങ്കിൽ പൗലോസിന്റെ ജീവിതത്തിൽ നമ്മൾ കൊരിന്ത് ലേഖനത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, വന്ന് ചിലർ അപ്പോസ്തോലന്മാരാന്ന് പറഞ്ഞ് സെൽഫ് പ്രൊമോഷൻ നടത്തുന്ന ആളുകൾ, ഞങ്ങൾ വലിയ പുള്ളികളാണ്, അപ്പോസ്തലനായ പൗലോസ് ഒന്നുമില്ല എന്നതുപോലെയുള്ള പുള്ളികളൊക്കെ ഇവിടെ
വന്നിട്ട് സെൽഫ് പ്രൊമോഷൻ നടത്തിയവരെ അത്ര പെട്ടെന്ന് ഇവർ പോയി വീഴത്തില്ല. ചോദന ചെയ്യും. കള്ളനാണേൽ കള്ളനാ, അവരുടെ ഇടയിൽ പരിപാടി നടത്തുന്നില്ല. 3-ാം വാക്യം, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമ നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പൊ സഹിഷ്ണുതയുള്ളവർ 40 വർഷത്തോളമായി അവർ സഭയായിട്ട് എക്സിസ്റ്റ് ചെയ്യാണ്. ഒരുപാട് പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വന്നെങ്കിലും വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നു. ഓട്ടക്കളത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യാതെ പിന്നെയും തീവ്രമായി ഓടുന്ന ഒരു സംഘം ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. തെറ്റായ കാര്യങ്ങളെ അവർ റെഫ്യൂട്ട് ചെയ്യുന്നവരാണ്. സത്യം എപ്പോഴും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ തീവ്രമാണവർ. അതെല്ലാം അവർ ചെയ്യുന്നത് വേറെ ഒരു നേട്ടത്തിലല്ല, എൻ്റെ നാമം നിമിത്തമെന്ന് പറഞ്ഞാൽ ഫോർ ദ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ മനോഭാവത്തിലാണ് അവർ ഈ തീഷ്ണതയോടെ ഈ വർക്കുകൾ എല്ലാം ചെയ്യുന്നത്. ഇനി 6-ാം വാക്യം, ഇതൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു പോവുക, പുതിയ ആളുകൾ ഉണ്ടല്ലോ. എങ്കിലും നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. കർത്താവ് എന്നിട്ട് എന്താ പറയുന്നത്? 7-ാം വാക്യത്തിന്റെ ആരംഭത്തില്, അത് ഞാനും പകയ്ക്കുന്നു. അവ യേശു പകയ്ക്കുന്ന ആളുകൾ. പകയ്ക്കുന്നത് ഒരു ക്രിസ്ത്യൻ ക്വാളിറ്റി ആണോ? പകയ്ക്കേണ്ടതിനെ പകയ്ക്കണം. ദൈവത്തിന് വെറുപ്പുള്ളത് ദൈവത്തിന്റെ ജനത്തിനും വെറുപ്പാകണം. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത്, എങ്കിലും നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു, അവരുടെ ഡീഡ്സ്, അവരുടെ വർക്ക്, അവരുടെ ഉപദേശം നീ പകയ്ക്കുന്നു. അത് ഞാനും പകയ്ക്കുന്നു. എന്താണ് ഇവരുടെ നടപ്പ് എന്നുള്ളത് അധികം രേഖകളില്ല. നമുക്ക് ഉള്ള രേഖ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-15 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പെർഗമം സഭയോടുള്ള ആ ലെറ്ററിൽ ഇവര് ഇമ്മോറാലിറ്റിയും അതുപോലെ വിഗ്രഹാർപ്പിതം കഴിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ഉപദേശം, അതെല്ലാം ക്രിസ്ത്യൻ ലിബർട്ടിയുടെ കാര്യമായിട്ടാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് യേശുക്രിസ്തുവിൽ, ആകയാൽ എന്തു ചെയ്താലും പ്രശ്നമില്ല, ദൈവം ക്ഷമിച്ചോളും. അങ്ങനെ പാപത്തിൽ, ഇതൊക്കെയാണ് വാസ്തവത്തിൽ യൂദയുടെ ലേഖനം ഖണ്ഡിക്കുന്നത്. കൃപയാണ്, നീ പാപം ചെയ്യുമ്പോൾ കൃപയുടെ മെത്തയിലേക്കാണ് വീഴുന്നതെന്ന് ഈ അടുത്ത കാലത്ത് വലിയ ദുരുപദേശങ്ങളൊക്കെ ഈ നാട്ടിൽ പോലും പ്രചരിച്ചിരുന്നു. അങ്ങനെ ഒരു സംഘം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. പുറത്തു നിന്നുള്ള പീഡനമുണ്ട്, പുറത്തുനിന്നുള്ള പല വിഷയങ്ങളുണ്ട്. ഇത് അകത്തുള്ള കാര്യമാണ്. വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കുന്ന ജനത്തെ വിശുദ്ധിയിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി പാപമൊന്നും ചെയ്താലൊന്നും സാരമുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് അവരുടെ സമർപ്പണത്തിന് അയവ് വരുത്തുന്ന ഒരു തെറ്റ്, നിക്കലോവിയരുടെ നടപ്പ്, അതിവർ പകച്ചു. അത് കർത്താവും പകയ്ക്കുന്നു. ഇനി 4-ാം വാക്യമാണ് പ്രധാന വിഷയം നമ്മൾ കേന്ദ്രീകരിച്ചത്. ബാക്കിയൊന്നും പ്രധാനപ്പെട്ടതല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്നാൽ 4-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. അവിടവും അല്പം ഞാൻ മുന്നോട്ട് പെട്ടെന്ന് പോയി, എന്നാൽ അവിടെ കുറച്ച് നമ്മൾക്ക് നിൽക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ഇവിടെ ഒരു തിരുത്തൽ കൊണ്ടുവരികയാണ്. അഭിനന്ദനം പറഞ്ഞു, 2, 3, 6 വാക്യം. അടുത്തത് തിരുത്തൽ, കറക്ഷൻ അല്ലെങ്കിൽ കണ്ടംനേഷൻ. 4-ാം വാക്യം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഇത്രയും നല്ല കാര്യം, ഒരു കുറ്റം, അത് സാരമില്ല, എന്നാലും നല്ലവനാകട്ടോ. ഇത് നമ്മൾ എങ്ങനെ പറയും? ആ ഒരു കുറ്റം സഭയിലൂടെ നടക്കുന്ന കർത്താവിനെ മനസ്സിലാക്കി സഭക്കാർ. അതൊന്നും സാരമില്ല, അതിനെന്താ, നോ, we must understand Jesus. ഇത് മാരകമായ ഒരു കുറ്റമാണ്.
അത് എടുത്ത് അവിടുത്തെ മെസ്സഞ്ചറിനോട് പറയുകയാണ്, ചർച്ചിനെ അത് അറിയിക്കണം. പരിഹാരം പിന്നീട് കർത്താവ് പറയും. ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അവരുടെ നല്ല പ്രവൃത്തി എല്ലാം കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷേ ഈ ഒരു കുറ്റത്തെ കർത്താവ് എക്സ്പോസ് ചെയ്യുക. ഇതല്ലേ പ്രവചനം. പ്രവചനം ന്യൂസിലൻഡ് വിടുന്നതല്ല. ചില പേപ്പർ വർക്ക് മാറുന്നു. ഈ പേപ്പർ വർക്കാണ് വലിയ പ്രധാനപ്പെട്ട വിഷയം. ഇതാണ് പ്രവചനം. ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ വിച്ഛേദിക്കുന്ന പ്രവൃത്തിയെ വിരൽ ചൂണ്ടുകയാണ്. അവരുടെ ഈ മിസ്റ്റേക്ക് കണ്ണടയ്ക്കാൻ കർത്താവ് തയ്യാറല്ല. കർത്താവിൻ്റെ ആ സർവജ്ഞാനത്തിലുള്ള ആ ദൃഷ്ടി ഈ മാരകമായ ഒരു പിഴവ് കണ്ടെത്തി. വ്യക്തിപരമായി ഇതൊന്ന് അപ്ലൈ ചെയ്തേ. വ്യക്തിപരമായി ഞാൻ ഒത്തിരി ട്രാക്ട് കൊടുക്കുന്നുണ്ട്, അയ്യോ ഞാൻ അങ്ങനെ പോയി, ഞാൻ എല്ലാം ശരിയായി, ഞാൻ പക്ഷെ കയ്യിലിരിപ്പ് ദൈവവചന പ്രകാരം അല്ലെങ്കിൽ ഔത്തൽ കർത്താവ് തൊടും. ഇതെല്ലാവരും മനസ്സിലാക്കിക്കോണം. ഈ ചർച്ചിനോടുള്ള ദൈവാലോചനയായി സ്വീകരിച്ചോണം. ആ ഒരു കുറ്റം, ഈ മാരക കുറ്റം എന്ന് പറഞ്ഞാൽ അത് ശരിയാക്കിയില്ലെങ്കിൽ നിലവിളക്കിനെ മാറ്റിക്കളയും. That is serious. നിലവിളക്ക് എന്താണ്? It's a church. അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു കുറവ്? അവിടെ തന്നെ ഉണ്ടല്ലോ, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. That's the problem. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് ഈ എഫെസോസിലെ സഭക്കാർ അഭിമുഖീകരിക്കുന്നത്. ഒന്ന് പുറത്തു നിന്നുള്ളത്, രണ്ട് അകത്ത് നിന്നുള്ളത്. പുറത്തു നിന്ന് ദുരുപദേശകരുണ്ട്. പക്ഷെ അകത്തുള്ള പ്രശ്നം ആദ്യ സ്നേഹം വിട്ടുപോയി. മാരക വിഷയമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രധാന വിഷയം കർത്താവല്ല. കർത്താവിൻ്റെ നാമത്തിലെല്ലാം ചെയ്യുന്നത്. പക്ഷെ കർത്താവിനുള്ള പ്രയോറിറ്റി പോയി. അവർക്ക് മറ്റ് പ്രയോറിറ്റീസായി. എല്ലാ കാര്യങ്ങളും ഉറക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഭാഷ പറയാം. നമ്മുടെ ഭാഷ ഓപ്പൺ എയർ നടക്കുന്നുണ്ട്, കൺവെൻഷൻ നടക്കുന്നുണ്ട്, ട്രാക്ട് നടക്കുന്നുണ്ട്, ശാഖല കോട്ടേജ് മീറ്റിംഗ്, ഫാസ്റ്റിംഗ് മീറ്റിംഗ്, ഓൺലൈൻ, ഓൺസൈറ്റ് എല്ലാം ഉണ്ട്. അല്ലാതെ ഇതൊന്നും ഇല്ലെന്നല്ല. കാരണം നേരത്തെ കർത്താവ് ഇതെല്ലാം അല്ലേ ശ്ലാഘിച്ചത്. ഇതെല്ലാം ഞാൻ അറിയുന്നു, ഗുഡ്. പക്ഷേ ജീസസ് അല്ല ഇപ്പം മെയിൻ കാര്യം. പ്രയോറിറ്റി ഇൻ ലവ് മാറി. ജീസസിനോടായിരുന്നു പ്രയോറിറ്റി ഉണ്ടാകേണ്ടത്. ഇപ്പോൾ അതല്ല കർത്താവ് കാണുന്നത്. ഇനി എന്താണ് ഈ ആദ്യ സ്നേഹം? പല നിലയിൽ അത് വ്യാഖ്യാനിക്കാം. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് പറയാം. ഈ ആദ്യ സ്നേഹത്തിൽ ദൈവത്തോടും കർത്താവിനോടുമുള്ള സ്നേഹമുണ്ട്. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹമുണ്ട്. അതോടൊപ്പം നഷ്ടപ്പെട്ടു പോകുന്ന പുറത്തുള്ള ആളുകളോടുള്ള സ്നേഹമുണ്ട്. ഇതെല്ലാം കൂടെ ഉൾപ്പെട്ട ഒരു സ്നേഹമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലവ് ഫോർ ജീസസ്, ലവ് ഫോർ വൺ അനദർ. അതിന് വേറെ എങ്ങും പോകണ്ട. ജോൺ എഴുതിയ 3 ലേഖനങ്ങൾ വായിച്ചാൽ ഇത് തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വാക്യമൊക്കെ വായിച്ചിരുന്നു. 4-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ ലൂസിങ് ഫസ്റ്റ് ലവ്, ആദ്യ സ്നേഹം നഷ്ടപ്പെടുക. ആ സിസ്റ്റർക്ക് ഇപ്പം ആദ്യ സ്നേഹമില്ല, ബ്രദറിന് ഇപ്പം ആദ്യ സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ സഭയിൽ നിന്ന് പോയെന്നല്ല അതിൻ്റെ അർത്ഥം. അവർ വന്ന് കസേരയിലിരിക്കും, രജിസ്റ്ററിൽ അവരുടെ പേരും കാണും. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ പെന്തിക്കോസിൽ നിന്ന് ആള് പോയെന്നോ ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ചെന്നോ ഒന്നുമല്ല ഇതിൻ്റെ അർത്ഥം. ദശാംശം കൊടുക്കുന്നില്ലെന്നോ സ്തോത്രകാഴ്ച ഇടുന്നില്ലെന്നോ ഇതൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം. ദശാംശം ഇവിടെ വളരെ കുറച്ച് ആളുകളെ കൊടുക്കുന്നുള്ളൂ.
അപ്പൊ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് ആകണമെന്നില്ല. ഇതിന്റെ അർത്ഥം വ്യക്തിപരമായി ക്രിസ്തുവിലൂടെ ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധം പണ്ടത്തെ പോലെ വൈബ്രന്റ് അല്ല, പണ്ടത്തെ പോലെ പാഷനേറ്റ് അല്ല. അതതിന്റെ അർത്ഥം. പണ്ട് ആദ്യം കർത്താവിനെ കണ്ടുമുട്ടിയ ദിവസം ഓർക്കുന്നുണ്ടോ? അങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പേര് അങ്ങനെ കണ്ടുമുട്ടിയിട്ട് ഇല്ല. പെന്തിക്കോസ്തിൽ രക്ഷിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറവാണ് പ്രിയരെ. ഞാൻ നഗ്ന യാഥാർത്ഥ്യം നിങ്ങളോട് പറയുകയാണ്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞൊരു ലവ് ഉണ്ട്. കല്യാണം കഴിച്ചവർക്ക് ഇതെന്താണെന്ന് അറിയാം. ഹണിമൂൺ, ചെറുക്കനും പെണ്ണും ഫോണി സംസാരിക്കുന്നു. ഇതെന്തുവാ 1 മാസം കഴിഞ്ഞിട്ടാന്നോ കല്യാണം, ഇന്നലെ, അയ്യോ ഇതൊന്നും മനസ്സിലാക്കത്തില്ലേ ആര്? എന്തോ ആവശ്യമോ അല്ലേ? പെട്ടെന്ന് കല്യാണം നടക്കണം. ആ ഹോള് കിട്ടത്തില്ലടി കുഞ്ഞെ. ഹോള് കിട്ടിയില്ല, എന്നാ നമ്മുടെ സഭാ ഹോളില്ലേ നമ്മളെ? അന്ന് വേറെ യോഗം, എന്നാ നമുക്ക് വേറെ നമ്മുടെ വീട്ടിലെങ്ങാണ്ട്. കണ്ടോ എന്തൊരു ആവേശമാണ്. അതാ ഫസ്റ്റ് ലവ്. അല്ല, കല്യാണം കഴിക്കാത്തവര് ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഫസ്റ്റ് ലവ് അതെന്തോ? കാരണം കഴിച്ചിട്ടില്ല. കഴിക്കുന്നവനെ ഇതറിയത്തുള്ളൂ എന്നവാ സംഭവം. ഇതുപോലെയായിരുന്നു പാപിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായി നിലവിളിച്ച് യേശുക്രിസ്തുവിലൂടെ പരിഹാരമുണ്ട്. കാൽവറി ക്രൂശിൽ കർത്താവ് ചെയ്ത യാഗം, പിതാവിന്റെ സ്നേഹം പുത്രനിൽ വെളിപ്പെട്ടത് എന്റെ അന്തരാത്മാവിൽ ഇത് വെളിപ്പെട്ടപ്പോൾ, മാനസാന്തരം നടക്കുന്നു, ഏറ്റുപറച്ചിൽ നടക്കുന്നു, പിന്നെ ആവേശമല്ലേ, ബൈബിള് കൊണ്ട് നടക്കുന്നു. ഓഫീസിൽ പോയാൽ ബൈബിള്, അടുത്ത യോഗം എവിടാണെന്ന് എല്ലാ യോഗത്തിനും പോവുക. എന്താവായിരുന്നത്? വീട്ടുകാർ തന്നെ ചിലരോട് പറഞ്ഞു, എടാ ഇത്രയും അങ്ങ് ആവേശം വേണ്ടെന്ന് അല്ലേ? ഭയങ്കര ആവേശം. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് എമ്മോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂട്ട് ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം നമ്മുടെ ഉള്ളം കത്തിയില്ലയോന്ന്. ഇപ്പം കത്തട്ടെ എന്ന് പറഞ്ഞാൽ പോലും കത്തത്തില്ല. ആദ്യത്തെ ആ സ്നേഹമാ, ആദ്യത്തെ ആവേശമാ. ഭാര്യയും ഭർത്താവും നമ്മൾ ഇനി നമുക്ക് സഭയിൽ പോകണം, ചുമ്മാ പാസ്റ്ററെ ഒന്ന് വിളിക്കാൻ മതി. എവിടെയാണ് ഇപ്പോഴോ? വെറുതെ പറയാ കേട്ടോ, എന്നാലും അങ്ങ് പറയാ. ഇപ്പൊ ഉപദേശിക്കാണുമ്പോ ശിവന്റെ നാമത്തിൽ ശിവൻ. അതാണ് ആദ്യ സ്നേഹം, ദ ഫ്ലെയിമിംഗ് ലവ്. ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് പ്രകാശത്തിന്റെ, ദൈവത്തിന്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുവന്നു. ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. ആ ആദ്യ സ്നേഹം നിമിത്തമാണ് we spend time before the Lord in prayer, in reading the word, in meditating the word, in worshiping and singing, going to all the spiritual meetings. എന്തോ ആയിരുന്നത്? എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഭവമുണ്ട്. ദൈവമക്കളെ തമ്മിലൊന്ന് കാണുമ്പോൾ പ്രൈസ് ദ ലോർഡ്, ആ പ്രൈസ് ദ ലോർഡിന്റെ കൈക്കത്തെ ഞാൻ വളരെ സൂക്ഷിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ പിടിച്ച് നിൽക്കുന്ന പുള്ളികളുണ്ടായിരുന്നു. കൊച്ചുണ്ണിച്ചാൻ ചിരിക്കുന്നു കണ്ടോ. ഞാൻ പറഞ്ഞ പേര്, കാരണം അദ്ദേഹത്തിന്റെ കൈ കൊടുത്താ ഉണ്ടല്ലോ വിവരം അറിയും. ഭയങ്കര സ്നേഹം, ദൈവമായിട്ട് സ്നേഹം, സുവിശേഷീകരണത്തിന് സ്നേഹം. എന്നുവെച്ചാൽ നമുക്ക് വൈകിട്ടൊന്ന് ഇറങ്ങണം, റെഡി. തമ്മിൽ സ്നേഹം, വിസിറ്റിംഗ് ഉണ്ട്, കോട്ടേജ് മീറ്റിംഗ്. അടുത്ത പ്രാവശ്യം എന്താ പറഞ്ഞാലും ഞങ്ങളുടെ വീട്ടിലായിരിക്കും കേട്ടോ. കോട്ടേജ് മീറ്റിംഗ് എത്ര നാളായെന്നറിയോ? വേണ്ട, കാരണം എന്താ, ഫുഡ് കൊടുക്കണം ബ്രദറെ, ഫുഡ് കൊടുക്കണം. ഇടിയപ്പം ആയാലോ? ഉണ്ടോ ഫുഡിന് ഇടിയപ്പം? എന്താ ഊണ് കൊടുത്തോ? ഊണോ? മറ്റേതെങ്ങനെയായിരുന്നു? എല്ലാ ദിവസവും കാണുക, ഭയങ്കര സന്തോഷം. അതാണ് ആദ്യ സ്നേഹം. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ 40 വർഷമായി ഈ ആദ്യത്തെ ജനറേഷൻ വിശ്വാസികളുടെ ചൂടിപ്പൊ തണുത്തു. സഭയൊക്കെ യഥാസ്ഥാനപ്പെട്ടു, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയി.
നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടല്ലോ, നല്ല മെസ്സേജാ കേട്ടോ. ഞങ്ങളുടെ അടുത്ത് മറ്റു പരിപാടിയൊന്നും നടക്കത്തില്ല. അതിനകത്തൊക്കെ ഏതാണ്ടൊക്കെ അങ്ങ് തൃപ്തിയായി അങ്ങനെ നിൽക്കുക. എന്നിട്ട് ഈ ആദ്യത്തെ ജനറേഷൻ ഉണ്ട്, പലരും ഉണ്ട്, ചിലരുണ്ട്. രണ്ടാം ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ വന്നപ്പോഴേ അവർക്ക് ഈ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കാൾ പിതാക്കന്മാർ കാണിച്ചു കൊടുത്ത പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, മുറയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വചനപ്രകാരമായിരിക്കണം, സൺഡേ സ്കൂളിങ്ങനായിരിക്കണം, മറ്റേതായിരിക്കണം, മറിച്ചതായിരിക്കണം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ പിതാക്കന്മാർക്ക് ആദ്യം ഉണ്ടായിരുന്ന ആവേശം ഈ സെക്കൻഡ് തേർഡ് ജനറേഷൻ ഇല്ല. വർഷം 40 22-23 വർഷമായുള്ളൂ ഇവിടെ. ഇപ്പോഴേ ഇത് സൂക്ഷിച്ചോണം. മിക്കവരും ഈ കോൺഗ്രിഗേഷനിൽ സെക്കൻഡ് ജനറേഷൻ ആളുകളാണ്. അവർ കേവലം ഡോക്ട്രിൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, പക്ഷേ ആദ്യത്തെ ആ സ്നേഹം അവരിൽ ഇല്ല. അനുഭവങ്ങൾ അവർക്ക് കുറവാണ്. ക്രിസ്തീയ കുടുംബങ്ങളിൽ വളർന്നു വന്നവരായതുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കായിട്ട് സഭയുടെ ആളുകളായി മാറി. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം എടുത്തു പറയാനുണ്ട്. ദിസ് ഈസ് വാട്ട് ഹാപ്പൻ ടു പെന്റക്കോസ്റ്റ് ഇൻ ജനറൽ. ഏകദേശം 100 വർഷത്തോളമായി പെന്തക്കോസ്റ്റിന്റെ അനുഭവം കേരളത്തിലായിട്ട്. എന്തായിരുന്നു പ്രിയരെ, കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? ഭയങ്കരം കോട്ടേജ് മീറ്റിംഗ്. ഇന്ന് കാറ് കൊണ്ടുവന്ന് ബ്രദർ കുളിച്ചിറങ്ങി ഞാൻ വെയിറ്റ് ചെയ്താലും ഇപ്പം വരുമോ? മറ്റേതെങ്ങനെയായിരുന്നു? ഇവിടെ നിന്ന് ചിലപ്പോ കുമ്പനാട്ടോ പുല്ലാട്ടോ യോഗമായിരിക്കും ഒരു അംഗത്തിന്റെ വീട്ടിൽ. രാത്രി 6:30-7 ആവുമ്പോൾ ഇറങ്ങും. 7 മണിയൊക്കെ ആകുമ്പോൾ സന്ധ്യയായി. സ്ട്രീറ്റ് ലാമ്പ് ഒന്നും കാണണമെന്നില്ല. ചൂട്ടുമെല്ലാം കൂടെ റെഡിയാക്കി കത്തിച്ച് വീശി പാട്ടുമൊക്കെ പാടി സംഘമായിട്ടാണ് പോകുന്നത്. അപ്പനും അമ്മയും 2 പിള്ളേരും എല്ലാം. അതിലത്തെ വേറെ ഒരു കുടുംബം കാണും. എല്ലാവരും കൂടെ പോവുക. എന്തിനാണ്? കോട്ടേജ് മീറ്റിംഗ്. എന്നിട്ട് ആ കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞേച്ച് നടന്ന് വരിക. പിന്നെയും ചൂട്ടുമൊക്കെ ഇട്ടി വീട്ടിൽ വരുമ്പോഴത്തേക്ക് മണി എത്ര ആകുമെന്നറിയാമോ? പിന്നെന്ത് കഴിക്കും? പഴങ്കഞ്ഞി. ആവേശം. കോട്ടേജ് മീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആവേശം. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ആവേശം. നടന്നു വരിക. What happened to Pentecost? 2ാം തലമുറ, 3ാം തലമുറ, 4ാം തലമുറ ആയപ്പോൾ നമുക്ക് കുറെ ബാഹ്യ നിയമങ്ങൾ മാത്രമുണ്ട്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്ന ഗുരുതരമായ ഒരു കുറവ് നമുക്ക് സംഭവിച്ചു. ഞാനിപ്പോ ജനറൽ ആപ്ലിക്കേഷൻ പറയാം. It applies to this church. It applies to each one of us. But this is what happened to Pentecost in general. ആരൊക്കെയോ പഠിപ്പിച്ചു. പിതാക്കന്മാരിങ്ങനെ ചൂട്ടുകറ്റയും കൊണ്ട് നടന്നത് കൊണ്ട് നിനക്ക് വമ്പൻ കാറുകൾ കിട്ടും, വിദേശ രാജ്യങ്ങളിൽ നീ പോകും. പ്രോസ്പെരിറ്റി ഗോസ്പൽ അകത്ത് കയറി. ഇവ കർത്താവിനെ കാണുന്ന സ്നേഹമല്ല. കർത്താവ് എന്ത് തരും? കേട്ടിട്ടില്ലേ ഞാൻ പറയുന്നത്? ഗൾഫിൽ നിന്ന് അച്ചായൻ വരിക. അമ്മാമ്മയും പിള്ളേർക്കും എല്ലാം ഭയങ്കര, അയ്യോ പപ്പ വരും, പപ്പ ഇന്നാ വരുന്നത്. പപ്പ വന്ന് വണ്ടി നിർത്തി. ഡ്രൈവറും പപ്പായുമായിട്ട് ഡീൽ ചെയ്ത് ഇത് കൊടുക്കുക. പൈസ കൊടുക്കുമ്പോഴത്തേക്ക് കൊടുത്തു കഴിഞ്ഞ് അതെല്ലാം റെഡിയാക്കി. അച്ചായൻ നോക്കിയപ്പോൾ ഭാര്യയും പിള്ളേരെയും കാണുന്നില്ല. അവർ ഡിക്കില പിടി. അതെന്താ? സാരി അവിടെയാ, ചുരിദാർ പീസ് അവിടെയാണ് ചോക്ലേറ്റ്, അവിടെയാണ് ജ്യൂസ്, എല്ലാം അവിടെയാണ്. അച്ഛൻ എന്തിനാ വന്നത്? അച്ഛൻ ഇത് കൊണ്ടുവരാൻ വന്നോ? ഇത് കഴിഞ്ഞാൽ വേഗം പോക്കോണം. അങ്ങനെ ഉണ്ട്. ഇതാ നമുക്ക് പറ്റിയത്. യേശു ഉണ്ടോ? ഉണ്ട്. എന്തിനാ യേശു? പിള്ളേരുടെ അഡ്മിഷന്റെ കെട്ട് പൊട്ടട്ടെ. എന്തിനാ യേശു? വിദേശത്തോട്ട് പറക്കട്ടെ. യേശുവുമായിട്ടുള്ള സ്നേഹം ഇപ്പൊ അല്ല. യേശു എന്ത് തരും? See how we have fallen. നമ്മൾ വീണു. അത് ഭയങ്കര വീഴ്ചയാണ്. അതൊരു പിക്ചർ ലാംഗ്വേജാ. ഒരു വലിയ ക്ലിഫിന്റെ മണ്ടയ്ക്ക് നിന്ന് ആസ് ഇഫ് വി have fallen. മറ്റേത് ഡിനാറോ ദിറാമോ ഡോളറോ കണ്ടല്ല അപ്പച്ചന്മാർ ഇറങ്ങിയത്.
പേപ്പട്ടിയെ എറിയുന്നത് പോലെ എറിഞ്ഞ ഒരു കാലമുണ്ട്. സമൂഹം വെറുത്തിട്ടും ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാതെ നോക്കി ആദ്യ സ്നേഹം. മനസ്സിലാക്കിയത് യു ഹാവ് ഫോളൻ. ഇപ്പൊ കർത്താവല്ല, ഇവിടെ മെയിൻ കർത്താവല്ല. നമ്മൾ ഇന്ന് പകൽ നിങ്ങളെൻ്റെ പ്രസംഗം ശ്രദ്ധിക്കാതെ എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിന്റെ രീതി ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ, ലെറ്റ് സ്പീക്ക് ടു യുവർ ഹാർട്ട്. നിങ്ങൾ യേശുവുമായിട്ടൊരു പ്രണയ ബന്ധമുണ്ടോ? യേശു നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് അന്തരാത്മാവിൽ ആത്മാവ് അരക്കിട്ട് ഉറപ്പിച്ചിട്ടുണ്ടോ? ആർ യു ലിവിംഗ് ബൈ ദാറ്റ് ലവ്? അതോ ഈ ബാഹ്യമായ സൂത്രവും തട്ടിപ്പുമാണോ ഇത്? ഈ സൂത്രവും തട്ടിപ്പും കാണിച്ചിട്ട് ഇവിടെ വന്നിരിക്കാം. We have lost the first love. ഇന്നത്തെ ജനറേഷൻ, they are just going through the motions. അവർക്കറിയാം അപ്പൊ ഇത് കഴിയും, പ്രാർത്ഥിക്കും, ആശീർവാദം കഴിയും. ബ്രദറെ കഞ്ഞി ഉണ്ടോ ഇന്നില്ലല്ലേ? ഓ ശരി. വണ്ടിയെ കയറുക, പോവുക, അടുത്ത ആളിനെ ക്ഷയിക്കാൻ. സിസ്റ്ററെ അടുത്ത ആരായിരുന്നു? അടുത്ത ആരും ഉണ്ടായിരുന്നോ? കർത്താവുമായിട്ട് അങ്ങനെ വ്യക്തിപരമായ സ്നേഹമില്ല. അതിൽ നിന്നുണ്ടായതാ കൂട്ടു സഹോദരൻ വിഷയമേ അല്ല. ആരിരുന്നാ നമുക്ക് തന്നെ. We are gone. We have fallen. അത് മാരക വിഷയമാണ്. വാൺ ചെയ്യുന്നത് കർത്താവ്, I will shut you down. നിലവിളക്ക് അതിന്റെ സ്ഥാനത്ത് ഞാൻ നീക്കം ചെയ്യുമെന്ന്. സ്കേറി, റിയലി സ്കേറി. കർത്താവിനോടുള്ള സ്നേഹമില്ലെങ്കിൽ വാട്ട് ഈസ് ദി എസെൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി? ക്രിസ്ത്യാനിറ്റിയുടെ കോർ വിഷയമെന്ന് പറയുന്നത് ഇറ്റ്സ് മൈ ലവ് ടു ജീസസ് ക്രൈസ്റ്റ്. അതില്ലെങ്കിൽ ആർ യു എ ക്രിസ്ത്യൻ? ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചു, എന്നാൽ ഈ ആഴ്ച കൂടെ വായിക്കാം. വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ്? മത്തായിയുടെ സുവിശേഷം 22:37-38 വാക്യം ആദ്യം വായിക്കാം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. അപ്പൊ ഈ പുറത്തി വലിയ സംഭവങ്ങളൊക്കെ കാണിക്കുന്നെങ്കിലും ഒരു മാരക ആത്മീക ക്യാൻസർ ദൈവസഭകളിൽ വന്ന് പിടിച്ചിരിക്കുകയാണ്. എഫെസ്യ സഭയിൽ പിടിച്ചിരിക്കുകയാണ്. That's a deadly disease. ഇനി എന്താ സെക്കൻഡ് കമാൻഡ്മെന്റ്? അതിന്റെ അടുത്ത 2 വാക്യങ്ങൾ 39 and 40. സെക്കൻഡ് ഗ്രേറ്റ് കമാൻഡ്മെന്റ്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവുമായിട്ടുള്ള ആ ലവ് റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടതോടുകൂടി ആത്മീക അധപ്പതനം സംഭവിച്ചു. അതിന്റെ ഭാഗമാ കൂട്ടു സഹോദരനോട് നിസ്സംഗ മനോഭാവം. എത്ര മണിക്കായിരിക്കും ഇന്ന് തീരുന്നത്? 12:30 1 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്. വി ആർ ജസ്റ്റ് നോട്ട് ബോതർഡ് അബൌട്ട് എനിത്തിങ്. ഈ ചർച്ച എങ്ങനെ മുന്നോട്ട് പോകുന്നത്? എങ്ങനെയൊക്കെ പോകും. കാരണം പാസ്റ്റർ എപ്പോഴും പറയുന്നല്ലേ, ഒരു വിഷയമില്ല, എല്ലാം പോകും. ആർ യു എ പാർട്ട് ഓഫ് ദ ചർച്ച്? ആർ യു റെസ്പോൺസിബിൾ ഫോർ എനിത്തിങ് ഇൻ ദ ചർച്ച്? Do you have an intimate relationship with the church leaders? Do you have a relationship with your brothers and sisters? Do you know where the people are living? എവിടെ ആര് താമസിക്കുന്നു? ഓതറ എങ്ങാണ്ടാന്നാ പറയുന്നത്. പിന്നെ ഓതറ വലുതാ. വെസ്റ്റ് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, സൗത്ത് ഉണ്ട്, നോർത്ത് ഉണ്ട്. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 13:1-3 വരെ. 13 എന്ന് പറഞ്ഞപ്പോഴേ നമുക്കറിയാം എന്താ വിഷയം. സ്നേഹത്തെ കുറിച്ചല്ലയോ അത്? എല്ലാം അറിയാം, പക്ഷേ സ്നേഹമില്ല. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എന്ന് മനസ്സിലായി. നമുക്ക് അന്യഭാഷ വേണം.
മൈക്കിന്റെ മുന്നേ വന്ന് തന്നെ പറയണം. സ്നേഹമില്ലേലോ, ആണ്ട തമ്പേറെ ഡും ഡും ഡും, അത്രേ ഉള്ളൂ. ക്യാ സംജാ? ഇത് മാത്രം കുച്ച് നഹീ സംജാ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. യോ, സത്യമാണോ ഭാഷ? അല്ല, ബൈബിള് തുറന്നു നോക്കുന്നേ, അങ്ങനെ എഴുതിയിരിക്കുന്നേ. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. എന്നെ കർത്താവ് രക്തസാക്ഷിയാകാൻ വിളിച്ചിരിക്കുക കേട്ടോ. എൻ്റെ ബ്രദറെ, ആദ്യം ഒന്ന് സ്നേഹിക്കുക ആളുകളെ. പോളികാർപ്പിനും പോളിയൊക്കെ അവിടെ നിൽക്കുക, കാർപ്പോ നിൽക്കുക. നീ ആദ്യം സ്നേഹിക്കുക. ദൈവസ്നേഹം നിറഞ്ഞ് പരസ്പരം സ്നേഹിക്കുക, കരുതുക. ഇന്ന് ഉറപ്പാ, ഇന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും തമ്മിൽ ഒരു ഷെയ്ക്കാൻ്റെ ഉണ്ട്. ചിലരുടെ ഷെയ്ക്കാനെന്ന് പറഞ്ഞാൽ കൈ പിടിക്കും, ഈ വെള്ളം ഒഴുകി പോകുന്ന പോലെ. ഇതെങ്ങനെ, ഇത് എല്ലില്ലേ, ഇതെങ്ങനെ ഇങ്ങനെ ഒപ്പിക്കുന്നതെന്നുള്ളതാണ്. ഒരു ഗ്രിപ്പില്ല, ഒഴുകി അങ്ങ് പോവുക. ആട്ടെ, എന്നാലും തന്നല്ലോ. ചിലരിതെല്ലാം കൂടെ കൊടുത്ത് ഉടനെ പോയി സാനിറ്റൈസർ ഇട്ട് തൂങ്ങും. എല്ലാം കൊറോണ അല്ല. ഇനി ശ്രദ്ധിക്കണം ഞാൻ പറയാൻ പോകുന്നത്. കേൾക്കാമോ? കേൾക്കുക ഫസ്റ്റ്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറവ് നിങ്ങളെക്കുറിച്ച്. ആ വാക്ക് ശ്രദ്ധിക്കണം. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, അതൊരു ഭയങ്കര വാക്കാണ്. നോക്കി, അങ്ങനെ ബൈബിളിലുണ്ടോന്നോ? വിട്ടുകളഞ്ഞു. ഇംഗ്ലീഷിൽ ടു ഗിവ് അപ്പ്, അബാൻഡൻ, ഫോർസേക്കിംഗ്. മലയാളത്തിൽ ഉപേക്ഷിക്കുക. ഈ വാക്കിന്റെ അർത്ഥം പ്രാധാന്യം കുറഞ്ഞ എന്തെങ്കിലും പിന്തുടരാൻ നിങ്ങൾ തെരഞ്ഞെടുത്തതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും അവഗണിക്കുക എന്നും ഈ വാക്കിനർത്ഥമുണ്ട്. മെയിൻ കാര്യം ബോധപൂർവം തഴഞ്ഞു. ചെറിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയി. ഇത് വളരെ കെയർഫുൾ ആയിരിക്കണം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മളത് ചിന്തിച്ചതല്ല. neglecting something that is most important because you have chosen to pursue something less important. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടതല്ല, വിട്ടുകളഞ്ഞതാ ബോധപൂർവം. You chose that. It was your choice. That is serious. That is serious. ഈ വാക്ക് മനസ്സിലാകാൻ മത്തായി 23:23 ആ നിഗ്ലക്റ്റ് എന്നുള്ളത്, ആ വാക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് നോക്കിക്കെ ഫരീസയരെയും ശാസ്ത്രിമാരെയും ശാസിക്കുന്നത്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായി ഉള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ച് കളയുകയും ചെയ്യുന്നു. അതാണ്. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. അപ്പൊ ആദ്യ സ്നേഹം വിട്ടു എന്ന് പറയുമ്പോൾ ബോധപൂർവം ത്യജിക്കുകയാണ്. You chose because you gave priority for something else. സീരിയസ് ആണേ. അപ്പൊ ഇവിടെ leaving can happen by abandoning, choosing to stress something else more. ഇതാണ് എഫെസോ സഭയോടുള്ള ഈ കത്തിൽ പ്രധാനമായി സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും വ്യക്തിപരമായി ഉത്തരവാദിത്വമുണ്ട്. അവർ വ്യക്തിപരമായി എടുത്ത തീരുമാനം അത്. Oh, I just lost. No, it was not just losing. You chose to ignore the first love
with your Lord. അപ്പൊ ഇതിങ്ങനെ ആയിരിക്കുമ്പോഴും നോയിക്ക് അവരുടെ പ്രവർത്തികൾ, ആ പ്രവർത്തികൾ മുഴുവനും കർത്താവിന്റെ നാമം നിമിത്തം അവർ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് പ്രവർത്തികൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നു, പക്ഷേ ഇന്റിമസി കർത്താവുമായി ഇല്ല. പ്രസംഗിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, സ്തോത്രകാഴ്ച ഇടുന്നുണ്ട്, ഒരുപാട്, all for Jesus. But are you intimate with the Lord? Oh no, I'm too busy for that now. Oh, എന്താണിത്? ജസ്റ്റ് അത് പ്ലെയിനായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഭാര്യയും ഭർത്താവുമായിട്ട് എത്ര നാളായി? ഞങ്ങൾ 10, 25, 30, 40 വർഷമൊക്കെ ആയിട്ട്. ഇപ്പൊ എന്നോട് ഇപ്പൊ എല്ലാം യാന്ത്രികമാ. ആദ്യം ഭയങ്കര സ്നേഹമായിരുന്നു. എഴുന്നേക്കുമ്പോൾ തന്നെ ഇതാ കപ്പി വരുന്നു, പിന്നെ ഇതിന്റെ ഭയങ്കര വതക്കി. എന്താ വച്ചാ ഇന്ന് വേണ്ടിയത് കഴിക്കാൻ? ഒന്നും ഇന്ന് വേണമെന്നില്ല. അങ്ങനെ പറയരുത്, ക്ഷീണിച്ചു. ദോശ വേണോ, ചപ്പാത്തി വേണോ, എന്ത് വേണം? ഇപ്പോഴും ഇതെല്ലാം ഉണ്ട്. എന്താ ചാ ഇന്ന് വേണ്ടിയേ? ഇന്ന് ഉണ്ട്. എന്നാ പിന്നെ ചപ്പാത്തിക്ക് ഇവിടെ നമുക്ക് വേണേ എല്ലാം ഇന്ന് നടക്കുന്നുണ്ട്. പണ്ടത്തെ ഊഷ്മള സ്നേഹ ബന്ധത്തിൽ നിന്നല്ല, യാന്ത്രികമായി. 10, 25, 30, 40 വർഷമൊക്കെ ആയില്ലേ? ഒരു ഫ്ലോയിൽ ഇപ്പൊ കാര്യം പോവുക. പ്രാർത്ഥിച്ചു തുടങ്ങണം, പിന്നെന്താ 2-3 പാട്ടിന്റെ അവസാനം ആ 4ാമത്തെ വരി 2 തവണ പാടി ഒന്ന് ഉഷാറാകുക. പിന്നെന്താ, നമ്മുടെ ഇവിടെ ഇല്ല, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനം വായിക്കാം. എല്ലാം യാന്ത്രികമായിട്ട് നടക്കുക. സങ്കീർത്തനം നിങ്ങളുടെ പുസ്തകങ്ങളെ താഴെ വെച്ച് അല്പസമയം നമുക്ക് ആരാധിക്കാം. പിന്നെന്താ, പിന്നെ നമുക്ക് സാക്ഷ്യവും പ്രബോധനവും, പിള്ളേരെ മൊബൈൽ കളിക്കാനുള്ള ഒരു സമയം, എല്ലാം കൂടെ പുറകിൽ പോയി ടുകിടുകിടുകിടുകിടുകിട. പ്രിയരേ, ഇന്ന് നമ്മുടെ ഒരു യുവാവ് ഈ കേരളം വിട്ട് വേറൊരു സംസ്ഥാനത്തിലേക്ക് പോയി ഒരു സ്ഥലത്തൊരു ക്ലാസ് എടുക്കാൻ എന്നോട് പറഞ്ഞ് എൻ്റെ പാശങ്ങളെ എല്ലാം കിറുങ്ങിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തോ വെള്ളമടിച്ചു? വെള്ളമടിയല്ല, ഇത് വേറെ എന്തോ സംഭവമാണ്. അങ്ങനുണ്ട്, കേക്കണേ. അയ്യോ എൻ്റെ പൊന്നുമോനോ. ഇപ്പൊ ഏതായാലും ആളുകൾ എന്നോട് പറയാൻ തുടങ്ങി അത്ര പൊന്നല്ലെന്ന്. എന്നിട്ട് അവൻ പറയാ, പോയ ബസ്സേല് തൃശ്ശൂർ കഴിയുന്നതോടുകൂടി ഷേപ്പ് മാറി. അതെങ്ങനെയാ? എല്ലാവരുടെയും വസ്ത്രമൊക്കെ മാറ്റി വേറെ വസ്ത്രമൊക്കെ ഇട്ട്, പിന്നെ എന്താ, വിട് നിങ്ങൾ വിട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്താ ഓർത്തേ? ഇവരൊരു പഴഞ്ചൻ, ഇവരെന്താണ്ട് അറിയാമോ? ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. ഓരോ സംസ്ഥാനത്തിലേക്ക് അയക്കുമ്പോൾ ഇതാ സംഭവിക്കുന്ന. നിങ്ങളുടെ മക്കൾ അല്പം ഞാൻ ഡൈവേർട്ട് ചെയ്തെങ്കിലും ചൂടായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഇതിരിക്കുകയാണ്. ഇതാരോട് പറയുന്നു? ആരോട് നമ്മൾ ഇത് പറയുന്നു? എന്നെ കുഞ്ഞങ്ങനെ അവളെപ്പോഴും മുട്ടയിലാ നിൽക്കുന്നത്. കൊള്ളാം, മുട്ട നിന്നും സ്തോത്രം. വളരെ പ്രാർത്ഥിച്ചോണം. ഭയങ്കര വേല പഠിച്ച ടീം ഇതിനകത്തുണ്ട്, മനസ്സിലായോ? ഒരെണ്ണത്തെ വിശ്വസിക്കരുത്. ഇതിൻ്റെയൊക്കെ ബാഗ് ചെക്ക് ചെയ്യണം. മൊബൈൽ മേടിച്ച് കൊടുത്തിരിക്കല്ലോ 10,000, 20,000, 25,000 രൂപ. നമ്മുടെ കണ്ണി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ അടിക്കും ടെക്സ്റ്റ്. വിഷയത്തിലേക്ക് മടങ്ങി വാ. ഇതിപ്പോ ഇനി എൻ്റെ കുഞ്ഞിനെ എന്നെ കുറിച്ചാണോ പറയുന്നത്? എല്ലാ കുഞ്ഞിനെയും കുറിച്ച് ഇന്ന് നമ്മുടെ ഒരു യുവാവ് പറഞ്ഞതാ. ഇതെനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഇല്ലില്ല, അവനെ വണ്ടിയെ കയറുമ്പോ തൊട്ടേ അവൻ സ്തോത്രമല്ല സൂത്രമാ പറഞ്ഞത്. സൂത്രമെന്ന് മനസ്സിലായോ? നമ്മുടെ കുഞ്ഞിനെ കുറിച്ചാ. കാരണം ഒരു മാതാപിതാക്കൾക്കും ഇത് ചലിക്കത്തില്ല. കെയർഫുൾ ആകാൻ പറഞ്ഞാൽ അവരങ്ങ് അന്ധമായി വിശ്വസിക്കുക. നമ്മളെന്ത് ചെയ്യാനാ? ദിസ് ഇസ് നേക്കഡ് ട്രൂത്ത്. എന്തിനാണ് ഇതൊക്കെ മറച്ചു വെക്കുന്നത്? ഇനിയും എല്ലാ കാര്യങ്ങളും ബാഹ്യമായി പെർഫോമൻസുകൾ നടക്കുന്നുണ്ട്.
പക്ഷെ ക്രിസ്തുവുമായിട്ടുള്ള ഇൻറ്റിമസി ഇല്ല. ഇത് ഞാൻ കുടുംബജീവിതത്തിൻ്റെ ഒരു അനാലജി പറഞ്ഞതാണ്. ഭാര്യ-ഭർത്തൃ ജീവിതം നയിക്കുന്നവർ വർഷം കഴിയുമ്പോൾ ആക്ച്വലി സംഭവിക്കേണ്ടത് ലവ് മസ്റ്റ് ഇൻക്രീസ്. പക്ഷെ മിക്കപ്പോഴും നടക്കുന്നത് യാന്ത്രികമാകും. യേശുവുമായിട്ടുള്ള ബന്ധത്തിലും സംഭവിക്കേണ്ടത് നമ്മുടെ സ്നേഹം വർദ്ധിക്കുകയാണ് വേണ്ടത്. If you are abiding in the vine, you will bear fruit, you will be pruned, much fruit will come. പക്ഷെ മിക്കപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത്. നിങ്ങൾ ഈ കാര്യം ഒന്ന് ചിന്തിച്ചേ. എത്ര വലിയ മാരകമായ വിഷയമാണിത്. അവർ സെർവ് ചെയ്യുന്നുണ്ട്, സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ട്, എല്ലാം കർത്താവിന് വേണ്ടി. എന്നാലും ഇതൊന്നും യഥാർത്ഥ ക്രിസ്തു സ്നേഹത്തിൽ നിന്നല്ല. അപ്പൊ യേശുവായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. പക്ഷേ കോൾഡ് റിലേഷൻഷിപ്പ്, പണ്ടത്തെ തീവ്രമായ ആ റിലേഷൻ ഇല്ല, നാമധേയമായിട്ടുണ്ട്. പെന്തിക്കോസുകാരുടെ ഒരു വാക്കാ എന്ത്? അവരൊക്കെ നാമധേയ ക്രിസ്ത്യാനിയാ. നമ്മളാരാ? ആദ്യ സ്നേഹം ഇല്ലാത്ത മുഴുവൻ ആരാ? പറയാൻ ഒക്കുന്നില്ല ഇപ്പൊ. സ്വത്രം. നമ്മുടെ ഇവിടുത്തെ ഒരു പൈതലിനോട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരൻ ചോദിച്ചു, എന്താ പാടി പാസ്റ്റർ സംസാരിച്ചതെന്ന്. എന്താ കുട്ടിയുടെ മറുപടി? തണുത്തുപോയി, ചൂടാകണമെന്ന്. അത്ര അവർക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഗുഡ് ഗുഡ്. അത്രയിലും മനസ്സിലായല്ലോ. തണുത്തുപോയി, സംഗതി ചൂടാകണം. ശരിക്കും ഈ ഹോൾ മെസ്സേജിൻ്റെ കാതലായ കാര്യം അതാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇതൊരു ഡെഡ്ലി ഡിസെപ്ഷനാണ്. ന്യൂ ലൈഫ് ശ്രദ്ധിച്ചോണം. എക്സ്റ്റേണൽ സക്സസ് ഉണ്ട്, പക്ഷേ ഇന്റേണൽ ലവ് ഇല്ല. ഇറ്റ്സ് എ ഡെഡ്ലി ഡിസെപ്ഷൻ. നമ്മളെ തന്നെ ചതിച്ചു കളയും. അവര് എഫെസോസിലെ സഭ അവരുടെ ആദ്യ സ്നേഹം വിട്ടെങ്കിലും അവരും എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ പരിസരത്ത് താമസിക്കുന്ന ഒരാളാണെങ്കിൽ അവർ വിലയിരുത്തുന്ന ഇവിടെ ചേരുക എന്നതിൽ എഫെസോസിലെ സഭയിൽ ചേരണം. എന്തോ ഓളത് തന്നെയല്ല, അവരുടെ പാരമ്പര്യം കണ്ടു. ഇവിടെ പൗലോസാണ് ഇത് സ്ഥാപിച്ചത്. അപ്പോലോസൊക്കെ നേരത്തെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. തിമോത്തി നീ കേട്ടിട്ടില്ലേ? അവരൊക്കെ അവിടുത്തെയാണ്. മാത്രമല്ല അവരുടെ ആ പാട്ടും അവരുടെ ആരാധന അല്ല, അവിടെ കള്ളന്മാരും എല്ലാം വെട്ടി അവിടുത്തെ ഉപദേശം നിലത്തിടും. ചേരുക എന്നതിൽ അവിടെ. അപ്പൊ നോക്കിയ ബാഹ്യമായിട്ട് കൊടുക്കുന്നത് കർത്താവ് ഒരു നോട്ടം നോക്കിയപ്പോ പറയാ, going to remove you. That's a deadly deception. സ്വയം വഞ്ചന ഇത് നിമിത്തമുണ്ടാകും. സ്തോത്രം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ ഇടയായി തീരട്ടെ. ഈ ഡിസെപ്ഷനിൽ ഈ ബാഹ്യ കാര്യം നടക്കുമ്പോൾ നമ്മുടെ ബന്ധമിത്രാദികൾ അവരെല്ലാം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താ? ഭയങ്കര ഇവിടെ അവര് ന്യൂ ലൈഫിലാണ്, ഭയങ്കര ഭജന. ഞാൻ ഓൺലൈനിൽ 1-2 പ്രാവശ്യം കയറി, അയ്യോ കടിച്ചപ്പെട്ടത്. നമ്മളെക്കുറിച്ചെല്ലാം എന്താ? അല്ല, നമ്മുടെ പിള്ളേരെ കല്യാണം കഴിക്കുന്നവരും ചിന്തിച്ചിരിക്കുന്നത് എന്തുവാ? നൂലം ഇനി ഒന്നും നോക്കണ്ട. അയ്യോ, എനിക്ക് എന്നെ വിളിച്ച് ആരെങ്കിലും ഒന്ന് എങ്ങനുണ്ട് കൊച്ച്, ഞാൻ പറയും എന്നോട് ചോദിക്കണ്ട. ആദ്യ സ്നേഹം പോയി. ചിലതിന് സ്നേഹം എന്തോന്ന് അറിയത്തുമില്ല. ഇത് ഞാൻ എൻ്റെ ഉത്തരവാദിത്വം പൊതുവിൽ ഇതങ്ങ് പറയുക. കല്യാണം ആലോചിക്കാതിരിക്കുക നിങ്ങളുടെ കാര്യം. ഏതായാലും ഗുണമൊന്നുണ്ട് കേട്ടോ, ആരും എന്നോട് ചോദിക്കാറില്ല. ഞാൻ ഉറപ്പ് നിങ്ങളോട് പറയാം, ഞാൻ കള്ളം പറയത്തില്ല. സഭയെ വരാത്തവനോ അയ്യോ പുള്ളി ഇവിടുത്തെ തീവ്രമായി വരുന്ന പുള്ളിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ചിലരുടെ മാതാപിതാക്കളിൽ നിന്ന് ചിരിക്കുന്നു, അപ്പോൾ എൻ്റെ മോൻ്റെ കാര്യം എങ്ങനെയാ? ഞാനുള്ളതേ പറയും. എന്നോട് ചോദിക്കാതിരിക്കാൻ നല്ല പറഞ്ഞു വിട്ടേച്ചാ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. വിഭാഷ ചോദിക്കും, ഒന്നാമതെ പുള്ളി ബിസിയാ, തന്നെയല്ല ഇപ്പൊ പ്രായമായിട്ട് എന്തോ പറയുന്നു അറിയുന്നു ഇവിടെ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞേ. ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് ദൈവവചനം ഇഷ്ടം പോലെ കേൾക്കുന്നവരായോണ്ട് ഇവിടുത്തെ പിള്ളേരെല്ലാം ചൊവ്വാന്ന നാട് മുഴുവൻ കേൾവിയായിരിക്കുന്നത്. അപ്പൊ ഇത് ബാലൻസ് ചെയ്തൊരു പറച്ചിൽ അത്യാവശ്യമാണ്.
അയ്യോ ഇവിടുത്തെ പിള്ളേരെല്ലാം പോക്കാന്നോ? അല്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. നല്ല കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളത്. ഇനി എന്നെ നോക്കാന് തിരക്കുക വേണ്ട. എന്താ കാര്യം? They belong to new life. That's external. ഇവിടെ ഒരു കുഞ്ഞു ചോദിച്ചതാ. അത് വെളിയിലുള്ള ഒരു യുവാവ് വന്നു, അച്ചാച്ചൻ രക്ഷിക്കപ്പെട്ടോ? മറുപടി പറഞ്ഞാന്നറിയാം, ഞാൻ പാസ്റ്ററുടെ മോനാന്ന് അറിയത്തില്ലയോ. അപ്പൊ എന്തോ ഇല്ലായി കളി. പാസ്റ്ററുടെ അഡ്രസ്സിലാണ്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ജനറേഷനാണ്. ബാഹ്യമായിട്ട് അവൻ പോവുകയാണ്. ഇത് ഭയങ്കര വഞ്ചന. ഇറ്റ്സ് എ ഡിസെപ്ഷൻ. We have lost the first love. നമ്മുടെ കുടുംബക്കാരും അസോസിയേറ്റ്സും നമ്മളെക്കുറിച്ച് വലിയ ഹൈ ആയിട്ടൊക്കെ തിങ്ക് ചെയ്യും. ഇനിയും അയൽ സഭകളോ, എഫെസോസിലെ അയൽ സഭകളോടൊക്കെ ബ്രദർ എങ്ങനെയുണ്ടോ? ഒന്നും പറയണ്ട, ഭയങ്കരം. അയ്യോ അവരുടെ കൺവെൻഷൻ ഒന്ന് കാണാം. അവരുടെ പിള്ളേർ തന്നെ എല്ലാം കയറി അങ്ങ് പാട്ട് പാടും. ഒന്നിനൊന്ന് മെച്ചമാണ്. എഫെസോ സഭയെ കുറിച്ച് കർത്താവ് പറയുന്നത് എന്താ? You lost your first love. I'm going to shut you down. ന്യൂ ലൈഫിനെ കുറിച്ച് അയൽവാസികളെല്ലാം ചോദിക്കണം. കൊള്ളാം, നല്ല സഭയാ. കർത്താവ് ഒന്ന് നോക്കിയപ്പോഴെന്താ? You have lost your first love. അതാണ് ഡിസെപ്ഷൻ. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ കർത്താവ് നമ്മളെ നോക്കുമ്പോൾ, സ്വതന്ത്രം, ഈ വലിയ കണ്ണാടിയൊക്കെ ആകുമ്പോഴും ഇപ്പൊ നമുക്ക് കണ്ണ് കാണത്തില്ല. ദൂരം ചിലരുടെ കണ്ണാടി ഭയങ്കര കണ്ണാടിയാണ്. ഉറങ്ങാം, എങ്ങോട്ട് വേണേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാം. ഈ ബാഹ്യമായിട്ടുള്ളതിലെ ഒരു കാര്യമാണ് യൂട്യൂബ്. ബ്രദറെ, യൂട്യൂബ് മുഴുവനും അവരുടെ പ്രസംഗമാ. എത്ര ലൈക്കാന്നറിയാമോ? കണ്ടോ? കർത്താവ് നോക്കിയപ്പോ എന്താ? ഡിസ്ലൈക്കാ. ബാക്കിയുള്ളവരെല്ലാം നോക്കിയപ്പോ എന്താ? നമ്മൾ അതിനകത്ത് പൊങ്ങി അങ്ങിട്ട് ഇട്ടാ മതി ബ്രദറെ. 1K ഒക്കെ ചുമ്മാ തന്നെ ഉണ്ട്. 1K എന്താ മോനെ? മനസ്സിലായോ ഞാൻ ഈ പറയുന്നത്? സംഗതിയുടെ കിടപ്പങ്ങനാ. ബാഹ്യമായിട്ട് യൂട്യൂബിൽ ഏതാണ്ട് പരിപാടി നടത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല. ഹൗ ഡസ് ഗോഡ് സീ യു? ഏറ്റവും കൂടുതൽ ഷെയർ കിട്ടി. 150 ഷെയർ. So what? Do you have the first love? Or he will remove you? ഇത് നമ്മൾ തിരിച്ചറിയണം. ഭയങ്കര ഡിസെപ്ഷനാണ്. ഡിസെപ്ഷൻ ഓഫ് സക്സസ് വിത്തൗട്ട് ലവ് ടുവേർഡ്സ് ദ ലോർഡ്. മനുഷ്യൻ എപ്പോഴും പുറത്തു നോക്കും, ദൈവം നോക്കുന്നത് ഹൃദയത്തിലാണ്. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ പബ്ലിക്കിന്റെ ദൃഷ്ടിയിൽ എഫേസ്യ സഭ വളരെ സക്സസ്ഫുള്ളാണ്. പക്ഷെ കർത്താവ് പറയുന്നത് നിങ്ങൾ വീണിരിക്കുകയാണ്. ഇത് ഈ ചർച്ചിന് ഉൾക്കൊള്ളാൻ തയ്യാറാണോ? യെസ്, വി ഹാവ് ഫോളൻ. അതാണ് ന്യായമായ ഈ ദൂതനോടുള്ള പ്രതികരണം. 5-ാം വാക്യം, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ ആദ്യ സ്നേഹം വിട്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് പ്രയോറിറ്റി മാറി. കർത്താവ് ഉണ്ട്, പക്ഷെ അതിനേക്കാൾ ഇപ്പൊ പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കാം, ഭാര്യ ആയിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, എന്തുമാകട്ടെ. യു ഹാവ് ഫോളൻ. എല്ലാത്തിനും പ്രയോറിറ്റി ഈസ് ക്രൈസ്റ്റ്. ഫസ്റ്റ് ലവ് ഈസ് ക്രൈസ്റ്റ്. ദാറ്റ്സ് ദ മെസ്സേജ്. അപ്പൊ 5-ാം വാക്യം, നമ്മൾ വീണിരിക്കുക. ഏതിൽ നിന്ന് വീണു എന്ന് ഒന്നാമത് ചെയ്യേണ്ടത് റിട്ടേൺ ജേണി. ഓർത്ത്, റിമെമ്പർ. 2, മാനസാന്തരപ്പെട്ട്, റിപ്പന്റ്.
ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. റിട്ടേൺ, റിമെമ്പർ, റിപ്പന്റ്, റിട്ടേൺ ടു ദ ഫസ്റ്റ് വർക്ക്സ്. ഇങ്ങനെ നമുക്ക് മടങ്ങി വരാൻ കഴിയും. അപ്പൊ അവിടെ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുക. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഒന്ന് ഓർക്കുക, റിമെമ്പർ. ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് റെസ്റ്റോറേഷൻ ആണ്. ദേ നീഡ് ടു റിമെമ്പർ ഫ്രം വേർ ദേ ഹാവ് ഫോളൻ. വലിയൊരു കുന്നിന്റെ മണ്ടയ്ക്ക് നിന്ന് വീണതുപോലെ ഉള്ള അനുഭവം. ആ വാക്ക് ഓർക്കുക എന്ന വാക്ക് റിമെമ്പർ, ലിറ്ററലി അതിന്റെ അർത്ഥം കീപ് ഓൺ റിമെമ്പറിങ്. നമ്മുടെ ആ ആദ്യത്തെ നാളുകൾ, ആ തീഷ്ണമായ, കരഞ്ഞ, പാപമേറ്റ, ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓടിയ, സാക്ഷ്യം വഹിച്ച, ട്രാക്ട് കൊടുത്ത ആ ദിവസം കൂടെ കൂടെ മൈൻഡിൽ ഓർക്കണം. ദാറ്റ് വാസ് ദ ഗുഡ് ടൈം ദാറ്റ് ഐ ഹാഡ് വിത്ത് ദ ലോർഡ്. എനിക്ക് സമയം ഉണ്ടായിരുന്നു ചെലവഴിക്കാൻ. ഓർക്കണം, കീപ് ഓൺ റിമെമ്പറിങ്. എന്നിട്ട് രണ്ടാമത്തേത് റിപ്പന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോകുന്ന ഡിറക്ഷനിൽ നിന്ന് നേരെ തിരിയണം. ടേക്ക് ആക്ഷൻ. ഓർത്തോണ്ടിരുന്നാൽ പോരാ, ഓർത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ വീണിരിക്കുകയാണ്, ഇപ്പോൾ ഞാൻ അങ്ങനെയല്ലെന്ന് മനസ്സിലായി തിരിച്ച് യാത്ര തുടങ്ങുന്നതാണ് റിപ്പന്റ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റിപ്പന്റ്, ചേഞ്ച് ഡിറക്ഷൻ. ഇപ്പോൾ പോകുന്ന പാത തെറ്റാണെന്നാണ് വചനത്തിലൂടെ പറയുന്നത്. അതുകൊണ്ട് തിരിയുക. പണ്ട് ഇറങ്ങിത്തിരിച്ച ആ കാലഘട്ടത്തെ ഓർത്ത് യു റിട്ടേൺ ടു ദാറ്റ് സ്റ്റൈൽ ഓഫ് സ്പിരിച്വാലിറ്റി. റിപ്പന്റ്, ചേഞ്ച് ഡിറക്ഷൻ. എന്നിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എന്താണ് ആദ്യത്തെ പ്രവൃത്തി? ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ആവേശമായി. എവിടെയുണ്ട് ബൈബിൾ സ്റ്റഡി? ഗോ ഫോർ ദാറ്റ്. നോട്ട് എഴുതിയെടുക്കുന്നു. അതെന്നിട്ട് സ്വന്തമായി വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുന്നു. അതിലേക്ക് മടങ്ങി വാ. പ്രാർത്ഥനയോ? ഞാൻ രാവിലെ 1 മണിക്കൂർ പ്രാർത്ഥിക്കാതെ. ഇപ്പോഴോ എന്താ ചെയ്യാനോ, ക്ഷീണം. മടങ്ങി വാ. ഓരോ സഭയുടെ മീറ്റിങ്ങും പ്രധാനപ്പെട്ടതായിട്ട് എടുക്ക. പണ്ടങ്ങനെ ആയിരുന്നല്ലോ, ആവേശമായിരുന്നല്ലോ. ആരാധന എന്ന് പറയുമ്പോൾ എന്തൊരു പാഷനായിരുന്നു. റിട്ടേൺ, റിട്ടേൺ, റിപ്പന്റ്. ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. പ്രാർത്ഥന, വചനം വായിക്കുക, വചനം ധ്യാനിക്കുക. എന്ത് കാര്യത്തിന് വേണ്ടി സഭയിൽ ഉണ്ടോ അതിനുവേണ്ടി സർവീസിൽ നിൽക്കുക. ആരാധന, ദൈവവചനത്തിന് സമയം ചെലവഴിക്കുക. മറ്റുള്ളവരെ കാണുമ്പോൾ എന്തെങ്കിലും പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ, പ്രൈസ് ദി ലോർഡ് ബ്രദർ എന്ന് ബ്രദർ ഇന്നലെ കണ്ടില്ല ബ്രദറെ, സ്തോത്രം. അയ്യോ, ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു, ഞങ്ങൾ വരായിരുന്നല്ലോ. എല്ലാം പോയി. റിട്ടേൺ. മറ്റുള്ളവരെ കാണുമ്പോൾ സുവിശേഷം പറയാനുള്ള തീഷ്ണത. സ്തോത്രം. അല്ലാഞ്ഞാൽ 5-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ഞാൻ വരികയും. അത് കർത്താവിന്റെ 2-ാം വരമല്ല. ഹീസ് കമ്മിങ് ടു ജഡ്ജ്. ആക്ഷൻ. മാനസാന്തരപ്പെടാതിരിക്കുന്നത് കണ്ട് ആക്ഷൻ എടുക്കാൻ വരിക. അതാണ്. അല്ലാതെ 2-ാം വരവെങ്കിൽ എന്ന അർത്ഥമല്ല. അല്ലാഞ്ഞാൽ ഞാൻ വരികയും. നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. അതൊന്ന് ചിന്തിച്ചേ. വാട്ട് ഡസ് ദാറ്റ് മീൻ? നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ലാംപ് സ്റ്റാൻഡ്. ലാംപ് സ്റ്റാൻഡ്, നിലവിളക്കിന്റെ ഉദ്ദേശം എന്താ? അത് വെച്ചിരിക്കുന്നിടത്ത് വെളിച്ചം പടർത്തുക. സഭയെ നട്ടിരിക്കുന്ന ദേശങ്ങളിലേക്ക് വെളിച്ചം പടർത്തേണ്ടത്. സഭ അത് സംഘടിതമായി, സംഘമായി നമ്മൾ എടുക്കുന്നു. വ്യക്തിപരമായോ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14-15 വാക്യത്തിലല്ലേ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചാണ്. അപ്പൊ വ്യക്തിപരമായും സഭയായിട്ടും നമ്മൾ ദേശത്തിൽ വെളിച്ചം പടർത്തേണ്ടതാണ്. ഇപ്പോൾ കർത്താവ് പറയുന്ന ഈ നിലവിളക്ക് ഞാൻ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം?
സഭയുടെ നടുക്ക് ദ ലൈറ്റ് ജീസസ് ഉണ്ട്. നിലവിളക്ക് ഇസ് ദി ചർച്ച്. ലൈറ്റ്, നിലവിളക്ക് ഞാൻ നീക്കം ചെയ്യുമെന്ന് പറഞ്ഞാൽ സിമ്പിൾ ലാംഗ്വേജ് ഞാൻ പറയാം, ജീസസ് വിൽ മൂവ് അവേ, ഹി വിൽ ലീവ്. അയ്യോ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ പണ്ട് കാലത്ത് ഇഖാബോത്ത്, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി പെട്ടകം പിടിക്കപ്പെട്ടു. ഞാൻ ലൈവായിട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. നല്ല ശതമാനം പ്രാദേശിക സഭകളിൽ നിന്ന് കർത്താവ് എന്നേ പോയി. ദുഃഖകരം എന്താണെന്നറിയാമോ? പീപ്പിൾ ഡോണ്ട് ഈവൻ റിയലൈസ് ദാറ്റ്. കാരണം കൺവെൻഷൻ നടക്കുന്നുണ്ട്, പ്രധാന കൺവെൻഷൻ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. കർത്താവ് ഇല്ലേലും സഭായോഗം നടക്കുമെന്നും ഒരു ചിന്ത ഇപ്പോൾ ആളുകളിൽ. ഞാൻ ഒരു റാഷ് സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞത്. പ്രാദേശിക പല സഭകളിൽ നിന്നും ജീസസ് ഹാസ് ലെഫ്റ്റ്. ലവോദിക്കക്കാരോട് ചോദിച്ചാൽ അവൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ തുറക്കാനോ? അപ്പൊ കതവിന് പുറത്തായോ? ആയി. അപ്പൊ അകത്തുള്ള സാക്ഷ്യം എന്താ? ഞങ്ങൾ സമ്പന്നരാണ്, ഞങ്ങളുടെ മെയിൻ കൺവെൻഷൻ അടുത്ത ആഴ്ചയിൽ നടക്കും ബഹുമാന്യരെ. യേശു എന്തേ പോയി. അപ്പൊ എന്തോനെ കുറിച്ചായിരിക്കും കൺവെൻഷനിൽ പ്രസംഗം? യേശു ഉണ്ട്. ഇതാണ് ഇന്നത്തെ ക്രൈസ്തവ ഗോളത്തിന്റെ സ്ഥിതി. എല്ലാ പ്രാദേശിക സഭ എന്നുള്ള വാക്കല്ല ഞാൻ ഉപയോഗിച്ചത്. There is always a remnant of the Lord. പക്ഷെ ഈ ഡേഞ്ചർ മനസ്സിലാക്കണം. വളരെ വ്യക്തമായിട്ട് കർത്താവ് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഐ എം കമ്മിങ്. നോ, യു കാനോട്ട് കം എന്ന് തന്റെ ഇളവുണ്ടോ ഇവിടുത്തെ ഒരു നേതാവിന് പറയാൻ? സഭയാരുടേതാണ്. ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്. അവിടുത്തെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സമൂഹമാണ് സഭ. He can come when he wants. He can do with the church whatever, whenever he pleases. I will come. നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കും. സഭയുടെ പ്രയോജനമില്ലാതെ വന്നാൽ he will go. പക്ഷെ ശ്രദ്ധിക്കണം, സഭാഹോള് കാണും കേട്ടോ, ആളുകളും വരും. ആൻഡ് ഇറ്റ് വിൽ ഗോ ഓൺ. എന്തൊരു ഡിസപ്ഷനാ! സഭാഹോള് കാണും, യോഗം കാണും. Where is Jesus? Because you don't love him, he has gone. എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ചർച്ചിന്റെ ലവ് ഓഫ് ജീസസ്, വ്യക്തിപരമായി ലവ് ഓഫ് ക്രൈസ്റ്റ്. ഒരു വ്യക്തിയാകട്ടെ, ഒരു പ്രസ്ഥാനമാകട്ടെ, ഒരു ജോലിയാകട്ടെ, ഒരു കരിയർ ആകട്ടെ, ക്രിസ്തുവിനെക്കാട്ടിൽ കൂടുതലാണ് സ്നേഹമെങ്കിൽ യു ആർ ഇൻ ട്രബിൾ. ആരെക്കാളും, എന്തിനേക്കാളും, ഏത് കരിയറിനേക്കാളും, പണത്തെക്കാളും, വണ്ടിയ സകലത്തെക്കാളും ക്രൈസ്റ്റ് അല്ലയോ നീക്കം ചെയ്യും. ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി ചില വ്യക്തികളോട് ഇടപെടുന്ന ഈ സമയത്ത് ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. ഇത് സീരിയസ് ആയിട്ട് എടുക്കുക. ചുമ്മാതെ അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞ് ആളുകളെ കൈ അടുപ്പിച്ച് വിടുന്നിടമല്ലിത്. യു ഹിയർ ദ ട്രൂത്ത് ഹിയർ. റിപ്പന്റ്. വ്യക്തികൾ എന്ന നിലയിൽ എക്സ്റ്റേണലായിട്ട് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ടുപോകാം. വെള്ള ഉടുപ്പിട്ടും വിളിക്കുന്നിടത്ത് പ്രസംഗിക്കും, കോൺകോർഡൻസും കമന്ററിയിൽ എന്നൊക്കെ പ്രസംഗിക്കും. ഓ എല്ലാവരും വെക്കും, തംസപ്പ് തരും. പക്ഷെ വ്യക്തിയിൽ നിന്ന് കർത്താവ് മാറിപ്പോയാലോ? ട്രബിൾ. ശുശ്രൂഷയെക്കാട്ടിൽ വലുതാണ് കർത്താവുമായിട്ടുള്ള സ്നേഹം പ്രിയരെ. I'll tell you that. In fact, ആ സ്നേഹത്തിന്റെ റിഫ്ലക്ഷൻസ് ആണ് ശുശ്രൂഷയിൽ വരേണ്ടത്. അല്ലാതെ ശുശ്രൂഷ ഏതാണ്ട് എനിക്ക് ഭയങ്കരമാണ്, ജീസസ് ഇസ് സെക്കൻഡറി. നോ, ട്രബിൾ. സ്തോത്രം.
അപ്പൊ ലെറ്റ്സ് കൺക്ലൂഡ്. 7-ാം വാക്യം, അത് ഞാനും പകയ്ക്കുന്നു എന്ന് 6-ാം വാക്യത്തിൽ നിക്കോളോവിയരുടെ കാര്യം പറഞ്ഞിട്ട് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോടെന്ന് പറയുമ്പോൾ തന്നെ എഫെസോ സഭയുള്ള ദൂത് ഇറ്റ്സ് ഫോർ ഓൾ ചർച്ചസ്. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് ഇപ്പൊ എന്തുവാ പറഞ്ഞേ? ശ്രദ്ധിക്കണം. ചിലർ ചിന്തിക്കുന്ന, ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ ഇങ്ങനെ കണ്ടു, ഞാൻ അങ്ങനെ കണ്ടു. ആത്മാവ് പറഞ്ഞത് കർത്താവിൻ്റെ വചനമാണ്. കർത്താവ് പറഞ്ഞത് പറയാ ആത്മാവ് സഭകളോട് പറയുന്നത്. എവ്രി വേർഡ് ആൻഡ് വേർഡ്സ് ഇൻ ദ ഹോളി സ്ക്രിപ്ചർ, ഹോളി സ്പിരിറ്റിന്റെ വേർഡ്സ് ആണ് ആത്മാവ് സഭകളോട് പറയുന്നത്. എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന്, ചില ആളുകൾ ചിന്തിക്കുന്നത് ജയിക്കുന്നവൻ ഓവർകമർ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഏതാണ്ട്. നോ, എല്ലാ വിശ്വാസിയും 1 യോഹന്നാൻ 5:4-5 വാക്യം വായിച്ചാൽ മതി. രക്ഷിക്കപ്പെട്ട് രക്ഷയിൽ തുടരുന്നവൻ ജയിച്ചവനാണ്. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പർദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. അത് ഒരു വിലയേറിയ വാഗ്ദത്തമാണ്. Christ promises the overcomers at Ephesus that they will eat of the tree of life. ജനസിസിൽ നിഷേധിക്കപ്പെട്ടത്, ആ ട്രീ ഓഫ് ലൈഫ് മീൻസ് ഇറ്റേണൽ ലൈഫ്. അതാണ് അവർക്ക് വാഗ്ദത്തം കൊടുക്കുന്നത്. which is in the paradise of God in heaven. സ്തോത്രം. അപ്പൊ നമുക്ക് നിർത്താം. നിങ്ങൾ ബൈബിളൊന്ന് അടച്ചു വെച്ച്, വാട്ട്സ് ദ മെയിൻ മെസ്സേജ്? ബാഹ്യമായിട്ട് എന്ത് കാണിച്ചാലും അതിലല്ല കാര്യം. അപ്പൊ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ എഫെസോ സഭയുടെ പ്രവർത്തനമെല്ലാം ജീറ്റിപ്പോയെന്നാണോ? അല്ലല്ലല്ല, അതെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തു. അത് കളയരുത്. പക്ഷേ അതിൻ്റെ കെയർ ഓഫിൽ പ്രധാന കാര്യം പോകരുത്. ഞങ്ങൾ ഇനി ട്രാക്റ്റിനും ഇല്ല, കൺവെൻഷനും ഇല്ല, ഒന്നിനുമില്ല. ഭാഷ പറഞ്ഞിരിക്കുന്നത് ആദ്യ സ്നേഹം തിളയ്ക്കുമ്പോൾ ചെയ്യേണ്ടതാണ് ബാക്കിയെല്ലാം. അല്ലാതെ ഇത് വേണ്ട അത് മതി എന്നതല്ല ദൂത്. ഒന്ന് ശാന്തമായിട്ട് നിങ്ങളുടെ ഹൃദയം തുറന്നൊന്ന് ക്യാൻ യു തിങ്ക് അബൌട്ട് ദിസ്? ഒന്ന് ചിന്തിക്കാൻ കഴിയുമോ? ലോർഡ്, ഞാൻ എവിടെയാണ് പരാജയപ്പെട്ടത്? ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ്, നിങ്ങളുടെ ആ പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള വ്യക്തിപരമായ ആത്മീയത ജസ്റ്റ് ഒന്ന് ചിന്തിച്ചേ. ജസ്റ്റ് ഒന്ന് ചിന്തിക്ക്. കണ്ണുവണേ അടച്ചോ, കണ്ണു തുറന്നാലും പ്രശ്നമില്ല. അതിൽ തന്നെ ആണോ ഇപ്പം? അല്ല, അതാണ് വീഴ്ച. എന്ത് ചെയ്യണം? തെറ്റ് പറ്റിയെന്ന് തുറന്ന് സമ്മതിക്കണം. എന്നിട്ട് തിരിയണം, പഴയതിലേക്ക് വരണം. അവിടുത്തേക്ക് ഇത് ഡിമാൻഡ് ചെയ്യാൻ എല്ലാ അധികാരമുണ്ട്. അവിടുന്ന് നമ്മളെ സ്നേഹിച്ചല്ലേ മുൻകൈയെടുത്ത് ഈ താണലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. He loved us so much. അപ്പോൾ അവിടുന്ന് ചോദിക്കുന്ന അതിയെപ്പറ്റാണോ ഞാനായിരിക്കണം സ്നേഹത്തിന്റെ മുഖ്യമായ പ്രയോറിറ്റി എന്ന്? അത് അതിയെപ്പറ്റല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വചനാടിസ്ഥാനത്തിൽ പറയാം, സ്വന്തം ജീവനേക്കാൾ അധികമായി കർത്താവിനെ സ്നേഹിക്കാത്തവന് കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. മാതാപിതാക്കളെ, ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, ഇതെല്ലാം ഉണ്ട്. സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുന്നവൻ, യു cannot be a disciple of Jesus Christ.